ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുതയ്ക്ക് ഒരു യുദ്ധം കൊണ്ടല്ലാതെ പരിഹാരം കാണാനാവില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇന്ന് വെളുപ്പിനെ ഇറാനിലേക്ക് അതിഭീകരമായ ഒരു ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേൽ തന്നെ യുദ്ധം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ടുകൊണ്ട് ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി കൃത്യമായ കണക്ക് കൂട്ടലോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ സൈനിക മേധാവികളുടെ ചെയർമാൻ മേജർ ജനറൽ മുഹമ്മദ് ബഖേരി, IRGCയുടെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി, അതുകൂടാതെ 2 ആണവ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ അനേകം പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ വളരെയധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണത്തെ തുടർന്ന് ഇറാൻ ഉടൻ തന്നെ പുതിയ സൈനിക മേധാവികളെ നിയമിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ച് ഈ ആക്രമണം അപ്രതീക്ഷിതമൊന്നും അല്ലെങ്കിലും ഇറാന്റെ അലസതയാണ് സൈനിക കമാൻഡർ ഉൾപ്പെടെ ഇവരെല്ലാം കൊല്ലപ്പെടാൻ കാരണം എന്ന് ഇതിനിടയിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്നും അവരുടെ എംബസി ഉദ്യോഗസ്ഥരെയും സൈനികരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുമ്പോഴും അതൊന്നും കാര്യമാക്കാതെ ഇറാൻ അവരുടെ വിദേശകാര്യമന്ത്രിയെ ഓസ്ലോയിൽ ഒരു ഫോറത്തിൽ പങ്കെടുക്കാൻ അയച്ചത് പോലും ഗുരുതരമായ അലസതയായി കണക്കാക്കാവുന്നതാണ്. എന്നാൽ 2019 സൗദി അറേബ്യക്കെതിരെ ഒരാക്രമണത്തിന് ഇറാൻ പദ്ധതിയിട്ടപ്പോഴും ഒമാൻ ഉൾക്കടലിൽ മറ്റു രാജ്യങ്ങളുടെ ചരക്ക് കപ്പലെ ആക്രമിക്കുന്നതിന് മുൻപും ഇറാൻ ഇതേ നിസ്സംഗത പ്രകടിപ്പിച്ചത് അഥവാ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായാൽ അത് തങ്ങൾക്ക് നേരിടാനുള്ള കരുത്തുണ്ട് എന്ന് ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എങ്കിലും അവസാന നിമിഷം ഒരല്പം ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ നഷ്ടം അവർക്ക് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതിലൂടെ ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ ശക്തിയും അവർക്ക് കുറയ്ക്കാൻ കഴിഞ്ഞാൽ, അതിന് പകരമായി ഇസ്രായേൽ ആക്രമിച്ചാൽ ഞങ്ങൾ അങ്ങ് നേരിട്ട് കളയും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം കൂടെ കൂടിയിരുന്ന് ചായയും കുടിച്ച് ഒരിടത്തിരുന്നപ്പോഴാണ് തക്കം നോക്കി ഇസ്രായേൽ ഇവരെ ആക്രമിച്ച് എല്ലാത്തിനെയും കൊലപ്പെടുത്തിയത്. ഇതിൽ ആയത്തുള്ള ഖൊമേനിയുടെ വീട് ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു നീണ്ട ലിസ്റ്റുണ്ട്, അത് ഞാനിവിടെ വായിക്കുന്നില്ല. അനേകം പേർ മരിക്കുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഖൊമേനിയുടെ നിയമോപദേഷ്ടാവ് വരെ മാരകമായി പരിക്കേറ്റവരിൽ പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്ത ആണവ ചർച്ചകൾ നാളെ നടക്കാനിരിക്കുന്ന സമയത്താണ് ഇസ്രായേൽ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ചർച്ചകളുടെ കാര്യം ഏതാണ്ട് ഗോവിന്ദൊക്കെ ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ചർച്ച കൊണ്ട് യാതൊരു ഫലവുമില്ലെന്ന് ഇറാൻ നേരത്തെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കാത്തത് വളരെ അത്ഭുതം തന്നെയാണ്. ഇവന്മാർ എത്ര ഊളന്മാരാണെന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചുമ്മാ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വാഴ പഠിച്ചിട്ട് കാര്യമില്ല. ഈ വരുന്ന ആക്രമണങ്ങളെ തടയാൻ കഴിയുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ പവറിനെ തെളിയിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിന് ശേഷം കഠിനമായ ശിക്ഷ ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമൈനി മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ട് പിന്നാലെ തന്നെ, അതായത് ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് ശേഷം 800-ലധികം ക്രൂയിസ് മിസൈലുകളും പ്രൊജക്ടൈലുകളും അതുപോലെ തന്നെ ചാവേർ ഡ്രോണുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ മാരകമായി തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് അയക്കുന്ന ഈ മിസൈലുകളെ UK, US, സൗദി അറേബ്യ, ഖത്തർ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇടയ്ക്ക് വെച്ച് തകർക്കാൻ ശ്രമിക്കുമ്പോൾ യുദ്ധം കൂടുതൽ വ്യാപിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആക്രമണം ആരംഭിച്ചതോടുകൂടി ഈ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ വിമാനത്താവളങ്ങളും അടയ്ക്കുകയും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളെല്ലാം വഴിതിരിച്ച് വിടുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇസ്രായേലിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചുകൊണ്ട് ജെറുസലേമിലെയും ഇസ്രായേലിന്റെ മറ്റു പ്രദേശങ്ങളിലും നിരന്തരമായ സൈറണുകൾ മുഴക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളോട് ബങ്കറുകളിൽ കഴിയാൻ നിർദ്ദേശം നൽകുകയും വ്യോമാതിർത്തി പൂർണ്ണമായും അടയ്ക്കുകയുമാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സ്കൂളുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാം അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹികമായ ഒത്തുചേരൽ, അതായത് ആൾക്കാരെല്ലാം അവിടെ ഇവിടെയൊക്കെ കൂടുന്നതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും എല്ലാ ജോലികളും നിർത്തിവെച്ചുകൊണ്ട് ലൈറ്റുകൾ അണച്ച് സുരക്ഷിതമായ ഇടങ്ങളിൽ കഴിയാനുമാണ് ഇസ്രായേൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മര്യാദയ്ക്കിരുന്നാൽ പോരായിരുന്നോ? ഇപ്പം ജനങ്ങളെല്ലാം ഇനി ബങ്കറുകളിൽ കഴിയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ 800 മിസൈലൊക്കെ വെച്ച് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതും താങ്ങാനൊന്നും ഇസ്രായേലിന് ഒരിക്കലും കഴിയില്ല. എങ്ങനെയായാലും അതും കുറേ എണ്ണം തറയിൽ വീഴുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതിൽ എത്രയധികം നഷ്ടമുണ്ടാകും എന്നുള്ള കാര്യം പിന്നീട് അറിയാൻ കഴിയും. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് വേറൊരു പ്രത്യേകതയുണ്ട്. അവരുടെ വാർത്തകൾ പുറത്തു വരുന്നത് എപ്പോഴും ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, എല്ലാം ഞങ്ങൾ അതിർത്തിയിൽ വെച്ച് തടഞ്ഞു, ആൾക്കാർ ബങ്കറിലേക്ക് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ചില പരിക്കുകൾ പറ്റിയതല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് സ്ഥിരമായിട്ടും പറയുന്നത്. എന്നാൽ ഈ ചത്തവരുടെയും കൊന്നവരുടെയും എല്ലാം കണക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. അത് പിന്നീട് ഒരിക്കൽ ഉണ്ടാകുന്ന കരച്ചിലാണ്.
ഈ കണക്കുകളെല്ലാം വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ ലോകത്തോട് പറയല ആ സംഭവം നടക്കും പറയാ ഞങ്ങൾക്കും സംഭവിച്ചിട്ടില്ല എന്നിവർ പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീടാണ് ഇവർ നിലവിളിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇത്രയധികം ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞമാർ നിലവിളിക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പം പറയാൻ ഞങ്ങൾക്കാർക്കും ഒന്നും പറ്റിയിട്ടില്ല. ഇതിൽ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം, എങ്ങനെയെങ്കിലും ഇറാനെ ഒന്ന് ആക്രമിക്കൂ എന്ന് നെതന്യാഹുവിനെ ചൂടാക്കി വിട്ട ട്രംപ് ഇപ്പോൾ പറയുന്നത് അമേരിക്ക ഈ ആക്രമണങ്ങളിൽ പങ്കാളിയല്ല എന്നാണ്. സ്വയം പ്രതിരോധത്തിന് നടപടി ആവശ്യമാണെന്ന് നെതന്യാഹു എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇറാനെ ആക്രമിക്കൂ എന്ന് പറഞ്ഞുവെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. എങ്കിലും അവർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഈ നാടക നടൻ ട്രംപ് ഇപ്പം പുറലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇയാളെല്ലാം ഒപ്പിച്ചു കൊടുത്തു എന്നിട്ട് പറയാം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം നെതന്യാഹുവിനെ സംബന്ധിച്ചുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നാൽ ഇറാന്റെ പ്രതിരോധ നടപടികളിൽ നിന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ഇതുവരെ സൈനിക സജ്ജീകരണങ്ങളൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് ട്രംപ് ഇതുവരെ സൂചനയൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇക്കാര്യം നെതന്യാഹുവിനെ വല്ലാതെ ഒരു പരിഭ്രാന്തിയിലാക്കിയിട്ടുമുണ്ട്. ഇറാന്റെ ആക്രമണങ്ങൾ തുടരുന്നത് തടയാൻ IDF ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിയിട്ടും ഇസ്രായേലിൽ കനത്ത നാശം വിതച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ട്രംപ് ഇസ്രായേലിന് കൊടുക്കുന്ന സൈനിക സഹായം ഒരു 5 ദിവസം മാറ്റിവെച്ചാൽ പോലും അത് ഇസ്രായേലിന് വലിയ നഷ്ടമായിരിക്കും വരുത്തുക. ഇനി അതല്ല ട്രംപ് തൽക്കാലത്തേക്ക് കാല് വാരാനാണ് തീരുമാനമെങ്കിൽ കാര്യങ്ങളെല്ലാം കുഴയുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ജോ ബൈഡൻ കാല് വാരിയത് കൊണ്ടാണ് അന്ന് ഇസ്രായേലിന് ഇറാനെ തിരിച്ചടിക്കാൻ കഴിയാഞ്ഞത്. അന്ന് അയാൾ ആയുധങ്ങളൊന്നും കൊടുത്തില്ല. അതുപോലെ ട്രംപ് ചെയ്താൽ നെതന്യാഹുവിൻ്റെ കാര്യം ഏതാണ്ട് കട്ടപ്പോക തന്നെയാണ്. അമേരിക്കൻ സഹായമില്ലാതെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇറാന്റെ ആക്രമണത്തെ ചെറുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവന്മാർ രണ്ടുപേരൂടെ കൂടിയാൽ മാത്രമേ ഇറാനെ ആക്രമിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ തടയാനും കഴിയൂ. അമേരിക്കൻ സഹായം എത്തിയില്ല എന്ന് കണ്ട് ട്രംപ് നെതന്യാഹുവിനെ ഉപേക്ഷിക്കുമെന്നാലും ചിന്തിക്കേണ്ട ഒന്നുമില്ല കേട്ടോ. പകരം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ എംബസികളിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും സൈന്യത്തെയും ഒക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്ന തിരക്കിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത്. ഇനി ഈ സമയം തന്നെ അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചാൽ അതൊരവസരമാക്കിക്കൊണ്ട് ഈ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങളെ ഇറാൻ ആക്രമിച്ചാൽ അത് അമേരിക്കയെ വെള്ളത്തിലാക്കുകയും ചെയ്യുക. ഇപ്പം തന്നെ സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ അമേരിക്കയുടെ 40,000 സൈനികരാണുള്ളത്. അതുകൂടാതെ സിറിയയിൽ ഏതാണ്ട് 4,000-ലധികം ഈ സൈനികരും ഉണ്ട്. ഇവന്മാരെ എല്ലാം കൂടി ഇറാൻ ബോംബിട്ട് കൊന്നു കഴിഞ്ഞാൽ അമേരിക്ക പിന്നെ നിലവിളിക്കേണ്ടി വരും, വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ തൽക്കാലം ഇറാൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ ആൾക്കാരെ മുഴുവൻ മാറ്റിയതിന് ശേഷം ഇവന്മാർ രണ്ടുപേരും കൂടി ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയായിരിക്കും ഒരുപക്ഷെ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ അമേരിക്കൻ സൈനികർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഇറാന് കൂടുതൽ നഷ്ടങ്ങളാവും പിന്നീട് വരുത്തുക. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ശരിക്കും ചർച്ച എന്ന പേരിൽ ഇറാന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള അവസരമാണ് ട്രംപ് ഇതുവരെ ഒരുക്കി കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ അറിയണം. ട്രംപിനെ സംബന്ധിച്ച് അയാൾക്ക് നിസ്സാരമായി പരിഹരിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമാണ് ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. അതിന് പകരമായിട്ട് അയാൾ ഒരു കമ്മാരൻ സ്റ്റൈൽ കളിച്ചത് കൊണ്ടാണ് ഇപ്പോൾ യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. അയാൾക്ക് എന്ത് നഷ്ടം? മിഡിൽ ഈസ്റ്റിലേക്ക് അന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്കെല്ലാം നഷ്ടം വരും, ഈ അറബികൾക്കെല്ലാം ആയിരിക്കും കൂടുതൽ നഷ്ടം വരുന്നത്. അത് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവന്മാർ കുറേ നശിക്കട്ടെ എന്ന് ഓർത്തായിരിക്കും അയാളെന്നാൽ എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്തോട്ടെ എന്ന് ഓർത്ത് മാറി നിൽക്കുന്നത്. എന്നാൽ ട്രംപ് ഇങ്ങനെ നടിക്കുമ്പോഴും ഇസ്രായേലി ആക്രമണത്തോടുള്ള ഇറാന്റെ പ്രതികരണം വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നാണ് അമേരിക്കയുടെ തന്നെ ഈ മിഡിൽ ഈസ്റ്റ് ഈ ചർച്ചയുടെയൊക്കെ നേതൃത്വം വഹിക്കുന്ന വിറ്റ്കോഫ് മുന്നറിയിപ്പ് നൽകുന്നത്. 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടുന്ന ഒരു പ്രതികാര നടപടി ഇസ്രായേലിന് മേൽ ഈ ഇറാൻ നടത്തിക്കഴിഞ്ഞാൽ അതിനെയൊന്നും പ്രതിരോധിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേലിന് ഉണ്ടാവും, അതല്ലെങ്കിൽ അവർക്കതിന് കഴിയും എന്ന് വിശ്വാസമില്ലെന്നാണ് ട്രംപിന്റെ ഈ സെനറ്റ് റിപ്പബ്ലിക്കിലുള്ള ആളുകൾ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇറാൻ അവരുടെ പ്രതികാര നടപടികൾ ഉടൻ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ സത്യത്തിൽ കരുതിയിരുന്ന ഇന്ന് രാത്രി എങ്ങനെ തിരിച്ചടിക്കുള്ളതാണ്. അവർ നേരത്തെ തന്നെ അടിച്ചു. ഈ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് ഇരുപക്ഷത്തും വലിയ കാര്യമായ തയ്യാറെടുപ്പുകളൊന്നും നടത്തേണ്ടി വന്നില്ല. അതുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്ന് തന്നെ ഇറാൻ അടിക്കാൻ പറ്റിയത്. ഇന്ന് രാത്രിയിലും അതിഭീകരമായ ഒരു ആക്രമണം ഇസ്രായേലിന് മേൽ വീണ്ടും ഇറാൻ നടത്തും എന്നാണ് ഇറാനിയൻ സൈനിക സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.